ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം ഈ വേഷങ്ങൾ ആരാണ് ആരെത്തിമിർക്കാൻ അമേസിംഗ് അൺബിലീവബിൾ ബ്രോ ക്ലൈമാക്സ് ആണ് കാണേണ്ടത്. ഒരു രക്ഷയും ഹാഫ് ആൻ അവർ സൂപ്പർ ലാസ്റ്റ് ഹാഫ് ആൻ അവർ ഷോ നമുക്ക് അഴിഞ്ഞാട്ടമാണ് ബ്രോ, ഒന്നും പറയാനില്ല. ആദ്യത്തെ ഒരു 30 മിനിറ്റ് അവിടെ കയ്യിൽ നിന്ന് പോയിന്നാ വിചാരിച്ചേ, പക്ഷെ ഒരു രക്ഷയില്ല. ജോഷുവ ബെഞ്ചമിനായിട്ട് മറ്റേ ഈ ഗൗതം വാസുദേവൻ മേനോൻ ഒരു രക്ഷയില്ല. നമുക്ക് ഓരോ പടത്തിലും ഞെട്ടിച്ചോണ്ടിരിക്കുക. ഇതിൽ ഞെട്ടിച്ചു തീർച്ചയായും ഓരോ പടം ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഡൊമിനിക്കിന്റെ ക്ഷീണം അസുഖം മാറ്റി എന്നുള്ളതാണ്. മെഗാസ്റ്റാർ മമ്മൂക്കാക്കേ മെഗാസ്റ്റാർ മമ്മൂക്കാക്കേ ഇതാണ് മമ്മൂക്ക. 74 ആറാട്ട് അഴിഞ്ഞായിരുന്നു. ഇതാണ് മമ്മൂക്ക. ചേട്ടാ ഓരോ പടത്തിലും നമുക്ക് ഞെട്ടിച്ചോണ്ടിരിക്കുക. ലാസ്റ്റത്തെ 1/2 മണിക്കൂർ ഒരു രക്ഷയില്ല. മലയാള സിനിമയിൽ ഒരുത്തരങ്ങൾ കാണിക്കില്ല. അതാണ് മമ്മൂക്ക. ഇത്രയും വയസ്സിൽ അഴിഞ്ഞാടുന്ന മമ്മൂക്ക. സീറ്റിൽ മിണ്ടാതിരുന്ന കാണികൾ കോരിത്തരിച്ചു പോയി. അദ്ദേഹം എന്താണ് ഈ കാണിക്കുന്നത്? ഒരു ലാഗുമില്ല. ഫസ്റ്റ് പോയിന്റ് ലാസ്റ്റ് വരെ ത്രില്ലിംഗ് ആണ്. നമുക്ക് ഓരോ പടം കഴിയുന്നവരെ ഞെട്ടിക്കുക. ഓരോ പടം കഴിയുന്നവരെ ഞെട്ടിച്ചോണ്ടിരിക്കുക. ഇതെങ്ങനെ പിന്നെ സംശയമില്ലാത്ത കാര്യമല്ലേ? അങ്ങനെ ക്ലൈമാക്സ് ഒക്കെ രോമാഞ്ചം. അത്രയ്ക്ക് സൂപ്പർ പടം. മമ്മൂക്ക പൊളിച്ചടുക്കി. അദ്ദേഹത്തിന്റെ ഒരു ഇതുപോലത്തെ ഒരു മുഖം കണ്ടിട്ടില്ല. അടുത്ത 100 കോടി ആയിരിക്കും. കേട്ടില്ല, അടുത്ത 100 കോടി ആയിരിക്കും. സംശയമില്ലാത്ത കാര്യമല്ലേ? നമുക്ക് 100 കോടിയൊന്നും വേണ്ട, പടം വിജയിച്ചാൽ മാത്രം മതി. നമ്മുടെ ലക്ഷ്യം. നമുക്ക് അതാണ് ആവശ്യം. കാര്യം പടം പറയാനൊന്നുമില്ല, ഭയങ്കര ഹൈപ്പ് പടം, വേറെ ലെവലിൽ. ഒരു രക്ഷയല്ല. വിഷു മമ്മൂട്ടി കൊണ്ടുപോയി. ഇതാണ് പടം. ഓരോ പടം കഴിയുന്ന മമ്മൂക്ക വേറെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുക. ഇതിലെന്താ ചെയ്തത്? ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കൊണ്ട് എന്നും ഞെട്ടിച്ചോണ്ട് മലയാള പ്രേക്ഷകർക്ക് രോമാഞ്ചം തരുന്ന മമ്മൂക്ക വീണ്ടും വിഷു കൈനീട്ടം തന്നിക്കാണ് മലയാള പ്രേക്ഷകർക്ക്. ഈ സാധനം പ്രസ് മീറ്റ് വേണ്ട, പ്രചരണം വേണ്ട, ഹൈപ്പ് വേണ്ട, ട്രെയിലറും ടീസറും വേണ്ടായിരുന്നു. കണ്ട് ഞെട്ടിക്കോ, വന്ന് കയറി കണ്ട് ഞെട്ടിക്കൊള്ളണം. അമ്മാതിരി പണിയാണ് ചെയ്തിട്ട് വീട്ടിലിരിക്കണം. അമ്മാതിരി പണി ചെയ്തിട്ട് വീട്ടിലിരിക്കണം. റെസ്റ്റെടുത്തോ, ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം. തിയേറ്റർ പ്രളയം. ഇത് എമ്പുരാനല്ല, ഇത് തമ്പുരാൻ. മമ്മൂക്ക തകർത്ത് ആടി കളഞ്ഞ് അമ്മാതിരി പെർഫോമൻസ്. നമ്മളെ യൂത്ത് പയ്യന്മാരൊക്കെ വഴി മാറി കൊടുക്കണം. അയാൾ ഒരു അവതാരമാണ്. ഒരു ഒന്നൊന്നര അവതാരം തന്നെ തിയേറ്റർ. അയാള് പയ്യന്മാരെ വെച്ചല്ലേ ഡയറക്റ്റ് ചെയ്യണത്. അപ്പൊ ആ ലെവലിലല്ലേ കൊണ്ടുവരുള്ളൂ. അങ്ങനെ മമ്മൂക്ക പടഞ്ഞു നമ്മളെ മലയാള സിനിമയെ ഇത്രത്തോളം വളർത്തിയെടുത്ത് നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം. അതാണ് നമ്മുടെ മമ്മൂക്ക. അങ്ങനെ തിയേറ്ററിൽ കിടുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളെ മഹാനാണ് പടം കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും ഒരിക്കലും നമ്മളെ മലയാളികളെ കുറ്റം പറയാൻ പാടില്ല. അത് പക്ഷെ പടം അമ്മാതിരി സാധനം ഹൈപ്പില്ലാതെ വന്ന് കയറി. അത് ഒന്നും പറയാനുള്ളൂ. എന്റെ അമ്മ എമ്പുരാനെ തൂക്കും തോന്നുന്നുണ്ട്. റെക്കോർഡിൽ എമ്പുരാന്റെ റെക്കോർഡ് അല്ല. മലയാള സിനിമേനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ ഞാൻ പറയൂല. നമ്മുടെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനാണ്, മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. അവർ തമ്മിൽ എങ്ങനെയാണ് നല്ല കണക്ഷനാണ്. അതുപോലെ നമ്മൾ മലയാള സിനിമയെ വളർത്തിയെടുക്കണം. അങ്ങനെയാണ് കൊണ്ടുപോകും. പക്ഷെ മമ്മൂട്ടി തൂക്കിയ 4 പടം ഉണ്ട്. അജിത്തിന്റെ അടക്കം 4 പടം. അജിത്തിന്റെ അടക്കം പോയി. ഇത് തന്നെ പടം വിജയിച്ച്. ഒരു പ്രസ് മീറ്റോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ പടത്തിനില്ലായിരുന്നു. മിണ്ടാതെ വന്ന അയാൾ വന്നതാ തിയേറ്ററിൽ കത്തിച്ചിട്ടതാ പോയി. ഒരു രക്ഷയില്ല ഏട്ടാ. സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫ് സൂപ്പർ, സെക്കൻഡ് ഹാഫ് സൂപ്പർ, അടിപൊളി പടം, സൂപ്പർ പടം. മമ്മൂട്ടി തൂക്കിയോ? മമ്മൂട്ടി തന്നെ.